ഒരു അവയവം ഇല്ലാതാകുമ്പോൾ ഒരു അവയവത്തിന് മാത്രം ഉണ്ടാകുന്ന രോഗങ്ങളെ തുടർന്ന് ജീവൻ നഷ്ടമാകുന്ന നിരവധി മനുഷ്യരുള്ള നാടാണ്, ലോകമാണ്. അവയവദാനത്തിന്റെ പ്രസക്തി, അവയവദാനത്തിന്റെ മഹത്വം എത്രത്തോളം പറഞ്ഞാലും പലർക്കും അതിൽ പേടിയാണ്. അതിൽ കൈമാറാനും അവയവദാനത്തിനായി തയ്യാറാകാനും, ഉറ്റവരുടെ അവയവങ്ങൾ വിട്ടു നൽകുമ്പോൾ അതിൽ സങ്കടവും വേദനയും ഒക്കെ ആ തരത്തിലേക്കൊക്കെ മാത്രം വായിച്ചെടുക്കുന്ന ഇടത്തു നിന്നാണ് നമ്മൾ ഇന്നിതാ ലോകത്തിന് മുന്നിൽ തന്നെ, രാജ്യത്തിന് മുന്നിൽ തന്നെ വലിയൊരു മാതൃക ഈ നാട് തീർത്തിരിക്കുന്നു. ആലിൻ ഷെറിൻ എബ്രഹാം എന്നുള്ള 10 മാസം പ്രായമുള്ള കുഞ്ഞ്, ആ കുഞ്ഞിന്റെ മാതാപിതാക്കൾ അങ്ങനെ ഒരു വലിയ മാതൃക ലോകത്തിന് മുൻപിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ്. 10 മാസം പ്രായമായ കുഞ്ഞിന്റെ 5 അവയവങ്ങളാണ് മാറ്റിവെക്കുന്നത്, 5 അവയവങ്ങളാണ് കൈമാറിയിരിക്കുന്നത്. അതും തീർത്തും നിർധനരായിട്ടുള്ള ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന കുഞ്ഞുങ്ങൾക്കാണ് ഈ അവയവങ്ങൾ കൈമാറിയിരിക്കുന്നത്. ആ കുഞ്ഞുങ്ങളുടെ കുടുംബം മാത്രമല്ല, ഈ നാടാകെയും ഈ കുടുംബത്തിനോട് കടപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ആലിൻ ഷെറിൻ എബ്രഹാമിന്റെ സംസ്കാര ചടങ്ങുകൾ, അതായത് ശുശ്രൂഷ ചടങ്ങുകൾ, പള്ളിക്കകത്തെ ചടങ്ങുകളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പള്ളിക്കകത്തും നിരവധി ആളുകളാണ്, ആയിരങ്ങളാണ് ഒഴുകിയെത്തുന്നത് കാണാനായി. ഷിനോജ് എസ്റ്റിയുണ്ട്. ഷിനോജ്, കേന്ദ്രമന്ത്രി വന്ന് അദ്ദേഹം മടങ്ങിപ്പോയിരിക്കുന്നു. ആളുകൾ ഇനിയും അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ശുശ്രൂഷ ചടങ്ങ് കഴിയാനായോ? പള്ളിക്കകത്തു നിന്നും പുറത്തേക്ക് മൃതദേഹം എടുക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിയോ? അക്ഷയ, പള്ളിക്കകത്ത് പ്രാർത്ഥനകൾ അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് നിരവധി ആളുകൾ അവസാനമായി കുഞ്ഞിനെ കാണുന്നതിന് വേണ്ടി പള്ളിക്കുള്ളിലേക്ക് ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും നിരവധിയായിട്ടുള്ള ആളുകൾ, നമ്മൾ നേരത്തെ പറഞ്ഞ സമയമൊക്കെ കഴിഞ്ഞുപോയി. 45 മിനിറ്റാണ് പള്ളിക്കുള്ളിലെ ശുശ്രൂഷ ഉണ്ടായിരുന്നു നേരത്തെ ക്രമീകരിച്ചിരുന്നത്. പക്ഷേ ആ സമയമൊക്കെ കഴിഞ്ഞുപോയി. 1 മണിക്കൂറാകുന്നു ഈ പള്ളിക്കുള്ളിലെ പൊതുദർശനം തുടങ്ങിയിട്ട്. അങ്ങനെ നീണ്ട നിര, ഈ കുഞ്ഞിനെ ഇതുവരെ കാണാത്ത, ഇതുവരെ കേട്ടിട്ടില്ലാത്ത, ഈ കുഞ്ഞിനെ ഇതുവരെ അറിയാത്ത, കേവലം 2 ദിവസം മുൻപ് മാത്രം ഇത്തരത്തിൽ വാർത്താ മാധ്യമങ്ങളിലൂടെയൊക്കെ അറിഞ്ഞ് അവസാനമായി കുഞ്ഞിനാലിനെ ഒന്ന് കാണുന്നതിന് വേണ്ടി എത്തിയ നിരവധി ആളുകൾ നമ്മൾ രാവിലെ മുതൽ കാണുന്നതാണ്. അങ്ങനെ ഈ പള്ളിയിലേക്കും, നെടുങ്ങാടപ്പള്ളി സെൻറ് തോമസ് CSI ഇടവകയിലേക്കും ഉച്ചയ്ക്ക് ശേഷം ഇവിടേക്ക് എത്തുന്ന ആളുകൾ എന്ന് പറയുന്നത് മഹാജനസഞ്ചയം തന്നെയായിരുന്നു. ആ ഒഴുക്ക് അവസ്ഥ ഈ പൊതുദർശനം അതിൽ അവസാന ഘട്ടത്തിൽ എന്ന് തന്നെ പറയേണ്ടി വരും. മൃതദേഹം എടുക്കാൻ പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ദൃശ്യങ്ങളിൽ കാണാം. മൃതദേഹം പള്ളിക്കുള്ളിൽ നിന്ന് എടുത്ത് അല്പസമയത്തിനുള്ളിൽ തന്നെ പള്ളിയുടെ പുറത്ത് ഈ സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികളൊക്കെ തന്നെ നൽകുന്നതിന് വേണ്ടി ഒരു പ്രത്യേക ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട്. അവിടേക്ക് ഈ മൃതദേഹം കൊണ്ടുവരും. അത് സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികളൊക്കെ തന്നെ നൽകിയതിന് ശേഷം പള്ളിക്ക് സമീപത്ത്, പള്ളിക്ക് ഒരു 100 മീറ്റർ മാത്രം മാറിയാണ് കല്ലറയുള്ളത്. ആ കല്ലറയിൽ ആണ് കുഞ്ഞാലിൽ തൻ്റെ അവസാന ഉറക്കത്തിനായി പോകുന്നത്. 10 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞ്. കേവലം അവളുടെ ഈ ഭൂമിയിൽ അവളുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ ഹ്രസ്വമായിരുന്നു, വളരെ ചുരുങ്ങിയതായിരുന്നു. പക്ഷേ 10 മാസം മാത്രമേ അവളിവിടെ ഉണ്ടായിരുന്നെങ്കിലും വളരെയധികം വലിയ പാഠങ്ങൾ പഠിപ്പിച്ചിട്ടാണ് ആ കുഞ്ഞ് മടങ്ങുന്നത്. അവയവദാനം എന്ന് പറയുന്ന മഹത്തായ കാര്യത്തെക്കുറിച്ച് ഈ ലോകം ഇന്നേ വരെ പഠിപ്പിച്ചിട്ടുള്ളതിനേക്കാളൊക്കെ തന്നെ വലിയ സന്ദേശം കേവലം അവളുടെ 10 മാസത്തെ അവളുടെ ജീവിതം കൊണ്ട് അവൾ നൽകിക്കഴിഞ്ഞു. 5 പേർക്ക് അവയവങ്ങൾ ദാനം ചെയ്തുകൊണ്ട് ആ കുഞ്ഞ് മടങ്ങുകയാണ്. എല്ലാവർക്കും പറയുന്ന ഒറ്റ കാര്യം മാത്രം ചേർത്ത് പിടിക്കുന്നത് ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കളെ തന്നെയാണ്. എല്ലാവരും സംസാരിക്കുന്നത് വരെ തന്നെയാണ്. ഇത്തരത്തിലൊരു നിസ്വാർത്ഥമായ സ്നേഹത്തെക്കുറിച്ച്, നിസ്വാർത്ഥമായ സേവനത്തെക്കുറിച്ച്, കരുണയുടെ ഒക്കെ തന്നെ പാഠങ്ങൾ, സന്ദേശം ഈ നാടിന്, ഈ ലോകത്തിന് നൽകിക്കൊണ്ടാണ് ആലിൻ മടങ്ങുന്നത്. ആലിൻ ഒരിക്കലും മടങ്ങുന്നു എന്ന് പറയാൻ കഴിയില്ല. കാരണം ആലിൻ ഇപ്പോഴും ജീവിക്കുകയാണ്. പലരിലൂടെ, പല പ്രതീക്ഷകളിലൂടെ, പല ജീവനാമ്പുകളിലൂടെ ആലിൻ ഇപ്പോഴും നമുക്ക് ചുറ്റുമൊക്കെ തന്നെയുണ്ട്. എന്തായാലും ഈ എല്ലാവരും ചേർത്ത് പറയുന്ന ആലിൻ്റെ അച്ഛനും അമ്മയും അവർക്ക് കരുത്താകട്ടെ. കൂടുതൽ ജീവിതത്തെ പ്രതീക്ഷയോടെ കാണാൻ ആ കുടുംബത്തിന് കഴിയട്ടെ. പള്ളിക്കുള്ളിലെ ചടങ്ങുകൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. അടുത്ത ബന്ധുക്കൾ ഇപ്പോൾ ആലിനെ അവസാനമായി നോക്കി കാണുകയാണ്. അടുത്ത ബന്ധുക്കൾക്ക് കാണുന്നതിന് വേണ്ടിയുള്ള സമയമാണ് ഇപ്പോൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും അടുത്ത ബന്ധുക്കൾ കുഞ്ഞാലിനെ അവസാനമായി ഒരു നോക്ക് കാണുകയാണ്. ഒരുപക്ഷെ അല്പസമയത്തിനുള്ളിൽ തന്നെ പള്ളിക്കുള്ളിൽ വെച്ച് തന്നെ ഈ മാതാപിതാക്കൾക്ക് കാണുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ഉണ്ടാകും. അതിനുശേഷമാകും ഈ പള്ളിക്കുള്ളിൽ നിന്ന് ഈ കുഞ്ഞിൻ്റെ മൃതദേഹം ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പള്ളിയുടെ പുറത്തായി തന്നെ സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികൾക്ക് വേണ്ടി നൽകുന്നതിന് വേണ്ടി ഒരു പ്രത്യേക ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട്. അവിടെയാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ നടക്കുക. എന്തായാലും ഇപ്പോഴും ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളിൽ പോലും അവസാനമായ കുഞ്ഞിനെ കാണുന്നതിന് വേണ്ടി നിരവധിയായിട്ടുള്ള ആളുകൾ ഈ നെടുങ്ങാടപ്പള്ളി സെൻറ് തോമസ് ഇടവകയുടെ 7 വാതിലാണുള്ളത്. അതിൽ 5 വാതിൽ വഴിയും ആളുകളിങ്ങനെ ഒഴുകി എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അതിന് നടുമുറ്റത്തേക്ക് ആ കുഞ്ഞ്, 10 മാസം മാത്രം പ്രായമുള്ള മാലാക കുഞ്ഞ് ഇങ്ങനെ കിടപ്പുണ്ട്. അവൾ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ആളുകൾ ഇങ്ങനെ ഒഴുകി വരികയാണ്. അക്ഷയ.
ആളുകൾ ഒഴുകിയെത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇനിയും ആളുകൾ എത്തുന്നു. അവസാനമായി ഒരു നോക്ക് കാണാനായി ഇപ്പോൾ കുടുംബാംഗങ്ങൾക്ക് കുഞ്ഞിനെ കാണാനുള്ള സമയമാണ്. മന്ത്രിമാരൊക്കെ അവിടെ തന്നെ കാത്തിരിക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികളോടെയാണ് കുഞ്ഞിന് യാത്ര നൽകുന്നത്. എവിടെയും പോകുന്നില്ല. നേരത്തെ ഷിനോജ് പറഞ്ഞ പോലെ, കേന്ദ്രമന്ത്രി സൂചിപ്പിച്ച പോലെ, ആലൻ ഷെറിൻ എബ്രഹാം കുഞ്ഞ് മാലാഖ എങ്ങോട്ടും പോകുന്നില്ല. അവൾ മേഘങ്ങൾക്ക് ഇടയിലേക്ക് തിരികെ പോകുന്നെങ്കിൽ പോലും ആലിൻ ഇവിടെ ഉണ്ട്. 5 മനുഷ്യന്മാരിലൂടെ ആലിൻ ജീവിക്കും. അതിനപ്പുറത്തേക്ക് നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ ആലിൻ ഉണ്ടാകും. ചരിത്രത്തിന്റെ ഭാഗമാകും ആലിൻ. പള്ളിയിൽ പ്രാർത്ഥനാ ചടങ്ങുകളിലേക്ക് കടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഞങ്ങളുടെ പ്രിയപ്പെട്ട പൈതൽ ഞങ്ങൾക്ക് ജീവിതത്തിൽ വലിയൊരു സന്ദേശം നൽകി. ഞങ്ങളെ വിട്ട് കടന്നു പോകുമ്പോൾ ഈ ദേവാലയത്തിൽ വെച്ച് ബാപ്റ്റിസം നേകി, ഈ സഭയുടെ അംഗമാക്കി, ഈ ചെറുപ്രായത്തിൽ ദൈവകൃപ അനുഭവിച്ച ഈ ദേവാലയത്തിൽ വെച്ച് അന്ത്യകർമ്മങ്ങൾ നിർവഹിക്കുന്ന ഈ ശുശ്രൂഷയിൽ ദൈവകൃപയുടെ ശക്തി എല്ലാവരുടെ മേലും പകരണമേ. കരുണയുള്ള ദൈവമേ, വിശ്വാസത്തോടെ വചനാടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ഭൗതിക ശരീരത്തെ യാത്ര പറയുമ്പോൾ നിത്യതയിൽ വെച്ച് കാണാനുള്ള നിശ്ചയത്തോടുകൂടി ശുശ്രൂഷ നിർവഹിപ്പാൻ എല്ലാവരെയും പ്രാപ്തരാക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ യാചന കേൾക്കുമാറാകണമേ. ആമേൻ. കീർത്തനം 25. പള്ളിയിൽ ശുശ്രൂഷ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥനയിലേക്ക് കടക്കുന്നു. പുരോഹിതൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കുഞ്ഞിൻ്റെ മാമോദിസ ചടങ്ങ് കഴിഞ്ഞിട്ട് മാസങ്ങളായിട്ടുള്ളൂ. അതേയിടത്തവൾ 10 മാസം പ്രായമായ പൈതലിൻ്റെ ചേതനയേറ്റ ശരീരമാണ്. കുടുംബത്തിനും താങ്ങാനാകാത്ത വേദനയാണ്. ഹൃദയം നുറുങ്ങുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ധീരതയോടുകൂടി ആ തീരുമാനം ആ കുടുംബം കൈക്കൊണ്ടിരിക്കുന്നു. അച്ഛനെയും അമ്മയെയും നമുക്ക് കാണാൻ ദൃശ്യങ്ങളിൽ. ഷെറിനും അരുണും വളരെ ചെറുപ്രായത്തിലുള്ളവരാണ്, ചെറുപ്പക്കാരാണ്. അവരെടുത്ത തീരുമാനമാണ്. മകളുടെ അവയവങ്ങൾ ദാനം ചെയ്യാമെന്നുള്ള അവരുടെ തീരുമാനമാണ്. അവരുടെ മാതാപിതാക്കൾ സംസാരിക്കുക നമ്മൾ കേട്ടു. ഞങ്ങൾക്കിനി 4 മക്കൾ കൂടിയായല്ലോ, 4 കൊച്ചുമക്കൾ കൂടി ഞങ്ങൾക്കിനി ഉണ്ടല്ലോ എന്ന് പറയുന്ന മുത്തശ്ശനെയൊക്കെ നമ്മൾ നേരത്തെ കേട്ടിരുന്നു. മനുഷ്യത്വത്തിന്റെ മഹനീയ മാതൃക തീർക്കുകയാണ് ആ കുടുംബം. മാസം മാത്രം ഷെറിൻ്റെ ശരീരത്തിൽ ഉള്ളിൽ ഉണ്ടായിരുന്ന കുഞ്ഞ് അത്ര കാലയളവിൽ മാത്രമാണ് ഈ ലോകത്ത് ജീവിക്കുകയും ചെയ്തുള്ളൂ. 10 മാസം മാത്രമാണ് ജീവിച്ചുള്ളൂ. പക്ഷെ ആ 10 മാസത്തെ ചെറിയ ജീവിതത്തിൽ അവൾ അടയാളപ്പെടുത്തുന്നത് വലിയ മാതൃകയാണ്, മനുഷ്യത്വമാണ്. മാനവികതയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, മാനവികതയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ കുടുംബം എടുത്ത തീരുമാനം. അതിനു പിന്നാലെ ഇപ്പോഴത്തെ ആലിനെ യാത്രയാക്കാനായി ആളുകൾ എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. പള്ളിയിലെ ശുശ്രൂഷ ചടങ്ങുകൾ അവസാന ഘട്ടത്തിൽ.